Momentummedia proudly presents Naseem Healthcare Qatar Canvas. Naseem Healthcare, the destination care. Powered by Riyadh Medical Center in association with Isuzu Qatar and Christian SVP. മൊമെന്റം അവതരിപ്പിക്കുന്ന നസീം ഹെൽത്ത് കെയർ ഖത്തർ ക്യാൻവാസിൽ ആരോഗ്യ വർത്തമാനവുമായി മെഡ് ചാറ്റിൽ നസീം ഹെൽത്ത് കെയറിലെ ഡോക്ടർ ജുബിൻ ജഗൻ ജേക്കബ്. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ജുബിൻ ജേക്കബ്. ഞാൻ നസീം സീറിംഗ് ലോഡിൽ എൻഡോക്രിനോളജിസ്റ്റാണ്. ഒരു കോമൺ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ തൈറോയിഡ് ഗ്ലാൻഡിലെ നോഡ്യൂൾസാണ്. നോഡ്യൂൾസ് എന്ന് പറയുമ്പം ചെറിയ ഗ്രോത്ത്സ് നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിലുള്ളത്. ഇത് കോമൺലി ഇപ്പം ഈ അൾട്രാസൗണ്ട് ഈസിലി അവൈലബിൾ ആയതുകൊണ്ട് നെക്കിൻ്റെ അൾട്രാസൗണ്ട് ഫോർ എനി റീസൺ ചെയ്യുമ്പം നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു കാര്യമായി ചെറിയ ഗ്രോത്ത് തൈറോയിഡ് ഗ്ലാൻഡിലുള്ളത്. അപ്പോൾ ഈ ചെറിയ ഗ്രോത്തിന് നമ്മൾ എന്തോ ചെയ്യേണ്ടിയത്, എന്തോ ആയിരിക്കും ഇതിനകത്ത്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്തോ എന്ന് പറയാനായിട്ടാണ് ഞാൻ ഇന്ന് ശ്രമിക്കുന്നത്. നൗ ഗ്രോത്ത് ഇൻ ദ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ മീനിങ് അതൊരു മലിഗ്നൻ്റ് ഗ്രോത്ത് ആവാനുള്ളത് ചാൻസസ് ഒത്തിരി കുറവാണ്. ഗ്രോത്ത് ഇൻ ദ തൈറോയിഡ് ഗ്ലാൻഡ് ഈസ് വെരി വെരി കോമൺ. ഇപ്പം നമ്മൾ 10 പേരുടെ അൾട്രാസൗണ്ട് ചെയ്യുവാണെങ്കിൽ ഒരു 2-3 പേർക്ക് ചെറിയ ചെറിയ ഗ്രോത്ത്സ് കാണും. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നത്? നമ്പർ 1, ഐ തിങ്ക് റീഅഷ്യൂറിംഗ് തിങ് ഈസ് അതിനകത്ത് മലിഗ്നൻസി ആവാൻ ഒരു 5% ചാൻസ് ഉള്ളൂ. 95% ഓഫ് ദീസ് ഗ്രോത്ത്സ് ആർ വാട്ട് വി കോൾ ബിനൈൻ, or that means they are not malignant. And 95% of the growth don't need any treatment. They are just there and they continue to be there and they will not cause any problem. Meaning that we don't have to bother about them. പക്ഷേ ഗ്രോത്ത് ഒരു പ്രാവശ്യം കണ്ടു കഴിയുമ്പം there is always this small doubt whether this could be cancer. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മളത് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതിന് മരുന്നുകളൊന്നുമില്ല. വി ഹാവ് ടു ഡിസൈഡ് വെദർ ഇതിന് സർജറി ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളൊരു ഗ്രോത്ത് കാണുമ്പം അതിൻ്റെ സൈസ് നോക്കും. ഇഫ് ദ സൈസ് ഇസ് ലെസ് ദൻ 1 സെൻറ്റിമീറ്റർ വി ഡോണ്ട് ബോദർ അറ്റ് ഓൾ. അതിന് വേറെ ഇവാലുവേഷൻ ഒന്നും ആവശ്യമില്ല. ഇഫ് ദ സൈസ് ഇസ് മോർ ദൻ 1 സെൻറ്റിമീറ്റർ വി ലുക്ക് അറ്റ് ദ പേഷ്യൻസ് കണ്ടീഷൻ. ഡസ് ഈ പേഷ്യൻറ്റിൻ്റെ ഫാമിലിയിൽ ആർക്കെങ്കിലും തൈറോയിഡ് ക്യാൻസർ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇച്ചിരൂടെ സീരിയസ് ആയിട്ട് എടുക്കും. ഈ പേഷ്യൻറ്റിന് ഫോർ സം റീസൺ നെക്കിൽ റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കും. ഇങ്ങനെ ഫ്യൂ ഫീച്ചേഴ്സ് ഉണ്ട് നമ്മളെ കൺസേണിങ് ചെയ്യുന്നത്. അല്ലെങ്കിൽ 90% ഓഫ് ദ പേഷ്യൻസ് 1 സെൻറ്റിമീറ്റർ കുറവാണെങ്കിൽ നമുക്കതിനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. If it is more than 1 centimeter, the next step is to get a proper ultrasound. അപ്പോൾ ഈ പ്രോപ്പർ അൾട്രാസൗണ്ട് എന്ന് പറയുമ്പം റേഡിയോളജിസ്റ്റാണ് യൂഷ്വലി അൾട്രാസൗണ്ട് ചെയ്യുന്നത്, ഞാനല്ല അൾട്രാസൗണ്ട് ചെയ്യുന്നത്. അപ്പം റേഡിയോളജിസ്റ്റ് അതിൻ്റെ സീരിയസ്നെസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്കോർ കൊടുക്കുക നോഡ്യൂളിന്. അതിന് നമ്മൾ ആ സ്കോറിന് ടൈറായ്ഡ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ടൈറായ്ഡ്സ് 1 to ടൈറായ്ഡ് 6 സ്കോർ കൊടുക്കും എല്ലാ നോഡ്യൂൾസിനും. ആ സ്കോർ കാണുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും ഇതിനകത്ത് മലിഗ്നൻസിയുടെ റിസ്ക് എന്തോ ആണ്. ടൈറോയിഡ് 1 and 2 മീൻസ് ദർ ഇസ് അബ്സൊല്യൂട്ട്ലി നോ റിസ്ക് ഓഫ് മലിഗ്നൻസി. അതിന് നമ്മൾ ഒന്നും ചെയ്യത്തില്ല. ടൈറോയിഡ്സ് 3 പറയുമ്പോൾ ഒരു 5% റിസ്ക് ഓഫ് മലിഗ്നൻസി ഉണ്ട്. ടൈറോയിഡ്സ് 4 പറയുമ്പോൾ ഒരു 5 to 10% റിസ്ക് ഓഫ് മലിഗ്നൻസി. ടൈറോയിഡ്സ് 5 and 6 എന്ന് പറയുമ്പം ഹൈ റിസ്ക് ഓഫ് മലിഗ്നൻസി. അപ്പം നമ്മൾ എന്തോ ചെയ്യും? നെക്സ്റ്റ് സ്റ്റെപ്പ്, ഈ ടൈറോയിഡ്സ് ഇൻഫർമേഷൻ കിട്ടിക്കഴിയുമ്പം വി ഡു വാട്ട് വി കോൾ എ ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി. അതിന് മലയാളത്തിൽ പറയുവാണെങ്കിൽ നീഡിൽ ടെസ്റ്റ് എന്ന് പറയും. സിമ്പിൾ ഒരു നീഡിൽ എടുത്ത് ആ നോഡ്യൂളിനകത്തുനിന്ന് ഇച്ചിരി ലിക്വിഡ് നമ്മളെടുത്ത് സ്ലൈഡിൽ വെച്ച് പത്തോളജിസ്റ്റിൻ്റെ കൈ കൊടുത്തയക്കും. അവരതിനെ അസസ് ചെയ്യും ഇതിനകത്ത് മലിഗ്നൻസിയുടെ ചാൻസ് എന്തുവാ. നൗ യു ഹാവ് ടു റിമെമ്പർ പത്തോളജിസ്റ്റ് ഫ്യൂ സെൽസ് നോക്കിയാൽ അത് പറയുന്നത് എന്തുവാ അതിനകത്തുനിന്ന്. അപ്പോൾ ഒരു ഡെഫിനറ്റീവ് ഡയഗ്നോസിസ് അവർക്ക് ആ ഫ്യൂ സെൽസിനകത്ത് ഉണ്ടാക്കാനൊക്കത്തില്ല. സെയിം വേ റേഡിയോളജിസ്റ്റ് നമുക്ക് റിസ്ക് തരുന്ന പോലെ ഒരു സ്കോറിംഗ് സിസ്റ്റം തരുന്ന പോലെ പത്തോളജിസ്റ്റിന് ഒരു സ്കോറിംഗ് സിസ്റ്റം ഉണ്ട്. ആ ഇൻഫർമേഷൻ അവർ ആ സ്ലൈഡ്സ് കണ്ട് ഞങ്ങൾക്ക് തിരിച്ച് റിപ്പോർട്ട് അയക്കും. ആ റിപ്പോർട്ട്സ് കണ്ടു കഴിയുമ്പം ബേസ്ഡ് ഓൺ നമ്മുടെ ക്ലിനിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ബേസ്ഡ് ഓൺ ഈ അൾട്രാസൗണ്ടിൽ കണ്ട സ്കോറും ഫീച്ചേഴ്സും ഈ FNA റിപ്പോർട്ട് എല്ലാം കൂടെ നോക്കിയിട്ട് വി മേക്ക് എൻ ഇംപ്രഷൻ ഇതിനകത്ത് മലിഗ്നൻസിയുടെ റിസ്ക് എന്തോ ആണ്. മലിഗ്നൻസിയുടെ റിസ്ക് ഒരു 5, 10, 20% കൂടുതലാണെങ്കിൽ ജനറലി വി അഡ്വൈസ് സർജറി. മലിഗ്നൻസിയുടെ റിസ്ക് കുറവാ ലെസ് ദാൻ 5% ആണെങ്കിൽ നമ്മൾ പേഷ്യൻസിനോട് പറയും ഡോണ്ട് ഹാവ് ടു വറി, വി വിൽ ഫോളോ യു അപ്പ് ആഫ്റ്റർ 6 months, 1 year. ഒരു 6 months, 1 year കഴിയുമ്പം ഒരു റിപ്പീറ്റ് അൾട്രാസൗണ്ട് ചെയ്ത് നോക്കും അതിന് ഗ്രോത്ത് വല്ലതും ഉണ്ടോ. ഗ്രോത്ത് ഒന്നുമില്ലെങ്കിൽ അതിനെ നമ്മൾ
ഫോളോ അപ്പ് വെക്കും. ഒരു 3-4 ഇയേഴ്സ് ഫോളോ അപ്പിലും നമുക്ക് ആ ഗ്രോത്തിന് ആ നോഡ്യൂളിൻ്റെ സൈസിന് ഒരു ചേഞ്ചും ഇല്ലെങ്കിൽ നമുക്കതിനെ പിന്നെ ഇഗ്നോർ ചെയ്യാം, അൺലെസ് ഓർ അൺടിൽ ദർ ഇസ് സം പ്രോബ്ലം ദാറ്റ് കംസ് അപ്പ് ഇൻ ദ ഫ്യൂച്ചർ. സോ ഐ തിങ്ക് ഇതിൻ്റെ ടേക്ക് ഹോം മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇതാ, തൈറോയിഡ് നോഡ്യൂൾസ് ആർ വെരി കോമൺ. നമ്മൾ 10 പേരുടെ നെക്ക് അൾട്രാസൗണ്ട് ചെയ്താൽ ഒരു 2-3 പേർക്ക് നോഡ്യൂൾ വരും. 1 സെൻറ്റിമീറ്റർ കുറവാണെങ്കിൽ നോഡ്യൂളിൻ്റെ സൈസ് നമുക്കത് കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യാം, അതിനെ ഒരു ഫർദർ അസസ്മെൻറ്റിൻ്റെയും ആവശ്യമില്ല. 1 സെൻറ്റിമീറ്റർ കൂടുതലാണെങ്കിൽ നമ്മൾ അൾട്രാസൗണ്ട് ഫീച്ചേഴ്സ് നോക്കി ഡിസൈഡ് ചെയ്യും FNA ചെയ്യണോ വേണ്ടായോ എന്ന്. FNA എന്ന് പറഞ്ഞാൽ നീഡിൽ ടെസ്റ്റിംഗ് ചെയ്ത് ആ ഇൻഫർമേഷൻ വെച്ച് ഫൈനലി വി ഡിസൈഡ് സർജറി ചെയ്യണോ അതോ ജസ്റ്റ് കീപ്പ് ഓൺ ഒബ്സർവേഷൻ. മോസ്റ്റ് ഓഫ് ദ ടൈം 95% ഓഫ് ദ ടൈം വി ഡോണ്ട് ഹാവ് ടു plan surgery, we just keep them under observation. 5% of the time we refer this patient to a thyroid surgeon for surgery. Thank you. Momentummedia proudly presents Naseem Healthcare Qatar Canvas, Naseem Healthcare, the destination care. powered by Riyada Medical Center in association with Isuzu Qatar and Christian SVP.